Hello guys, welcome to our channel. ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ വേറൊന്നുമല്ല. രണ്ടാഴ്ച മുമ്പ് നമ്മുടെ കിങ് കോങ് വേഴ്സസ് ഗോഡ്സില്ല അതോ ഗോഡ്സില്ല വേഴ്സസ് കിങ് കോങ് ഓക്കെ ഈ ഒരു ഹോളിവുഡ് മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് വഴിയായും വാട്സപ്പ് വഴിയായും ഷെയർ ചെയ്തിരിക്കുന്ന ഒരു ട്രെയിലറാണ്. അപ്പോൾ അതിനുശേഷം നോക്കിയപ്പോൾ 1 വീക്കിനിടയിൽ ഇൻസ്റ്റയിൽ നമ്മൾ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഒരുപാട് ആൾക്കാർ കിങ് കോങ്ങിൻ്റെയും ഗോഡ്സിലയുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സായിട്ട് എനിക്ക് ഒന്നുകൂടി കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫിയും ഫിലിം മേക്കിങ്ങും സംബന്ധിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെയും അതുപോലെ തന്നെ ബാക്കി മെമ്പേഴ്സിൻ്റെയും അഭിപ്രായങ്ങൾ കേൾക്കാനും അങ്ങനെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിനെ പറ്റി എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഞാൻ ആ ഒരു ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വീക്ക്ലി ചാലഞ്ചസും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചാലഞ്ച് നടത്തിക്കൂടാ, വളരെ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ഈ ഒരു കിങ് കോങ് അല്ലെങ്കിൽ ഗോഡ്സില വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, നമ്മളപ്പോൾ അത് ഫോട്ടോ എഡിറ്റിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ വഴി നമ്മൾ അത് ചിത്രീകരിക്കുക അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കുക എന്നുള്ളതാണ് ടോപ്പിക്ക്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാനിപ്പുലേഷനിൽ അത്രയും കഴിവുള്ള ഒരാളല്ല. ഞാൻ അധികം പ്രാക്ടീസോ അല്ലെങ്കിൽ പഠിച്ചിട്ടോ വലിയ സംഭവം ജസ്റ്റ് ഞാനും ഒരു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് തോന്നി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്കാണ് നമ്മുടെ ആ ഒരു ചാലഞ്ച് ഗ്രൂപ്പിലിട്ടു. അപ്പോൾ ഫോട്ടോ മാനിപ്പുലേഷൻ ആയിട്ടൊന്നും തോന്നുന്നു നമുക്ക് സാധാരണ വരുന്നത്ര എൻട്രി വന്നില്ല, നമുക്കൊരു 4 എൻട്രിയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും ഒരു ട്രൈ ചെയ്യാമെന്ന് വെച്ചു. 5 ഫോട്ടോസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആ 5 ഫോട്ടോസ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ ഒരു ഫോട്ടോ മാനിപ്പുലേഷൻ വഴിയുടെ നിങ്ങൾക്കും പറഞ്ഞുതരാം. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി PC-യിലോട്ട് കിടന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കണ്ടൻറ്റ് ചെയ്യണമെന്നുണ്ടായി, പക്ഷേ ഞാൻ അത്ര മാനിപ്പുലേഷൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അത്രയും വലിയൊരു പിടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ബെന്നി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂട്യൂബിൽ ഒരു ചാനലുണ്ട് കേട്ടോ. ആ ചാനൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ചാനൽ, നമുക്ക് ഒരുപാട് ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ആ ഒരു ചാനലിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരുന്നു. ഒരുപാട് പേര് അവരവരുടെ സ്ഥലങ്ങളിൽ ഗോഡ്സിലയും കിങ് കോങ്ങിനെയൊക്കെ കൊണ്ടുവന്നു. ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് നമ്മുടെ വടക്കനാഥനിൽ നമ്മുടെ സ്വരാജ് റൗണ്ടിനകത്തായിട്ട് നമ്മുടെ കിങ് കോങ്ങും ഗോഡ്സിലയ്ക്ക് പകരം നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ള വേറൊരു ക്യാരക്ടറുണ്ട്, വേറെ ആരുമില്ല, അതിശയൻ. അപ്പോൾ അങ്ങേരി കൊണ്ടുവരാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്, അത്ര അടിപൊളിയല്ല. അപ്പോൾ ഞാൻ തന്നെ ഈ ഒരു ഫോട്ടോ 100-ൽ മാർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ മേ ബി ഒരു 65-70 ആണ് ഞാൻ കൊടുക്കാം. അപ്പോൾ എനിവേസ് ഇതാണ് നമ്മുടെ ഒരു ഇമേജ് വരുന്നത്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ഞാനിവിടെ കിങ് കോങ്ങിനെ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അതിശയനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജോസ് തിയേറ്ററിൻ്റെ അടുത്തുള്ള ആ ഒരു വഴിയാണിത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ. ഞാൻ നമ്മുടെ ബാക്കി കോമ്പറ്റീറ്റേഴ്സിന് അല്ലെങ്കിൽ ബാക്കി എൻട്രീസ് കാണിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തതെന്ന് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ ഇന്ന് കാലത്തോട്ട് ഇതിനെപ്പറ്റി കുറച്ച് വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളുടെ സമ്മറി ഞാൻ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇങ്ങനൊരു ഫോട്ടോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്ത കുറച്ച് ഇമേജസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഈ ഒരു കിങ് കോങ്ങിൻ്റെ ലോഗോ ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഈ ഒരു ഫിസ്റ്റിൻ്റെ ഇമേജ്, അത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്ത് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം. പിന്നെ നമുക്ക് അതിശയൻ മൂവിയിലത്തെ ആളുടെ ക്യാരക്ടറിൻ്റെ ഫോട്ടോ കിട്ടാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ അതിശയെന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഇമേജ് വരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു മൂവി ഹിന്ദിയിൽ റീമേക്ക് വന്നിട്ടുണ്ട്, നയ അജൂബ എന്നോ അങ്ങനെ എന്തോ ആണ് പേര്, എനിക്ക് ഹിന്ദി കറക്റ്റ് വായിക്കാൻ അറിയില്ല, ഇതിപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് ഞാൻ വായിച്ചു. അപ്പോൾ അതിലത്തെ കുറച്ച് ഇമേജസും ഞാനിങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്മോക്ക്, പിന്നെ കിങ് കോങ്ങിൻ്റെ ഇമേജ് കിട്ടണമെങ്കിൽ 2-3 ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഈ ഒരു ഇമേജാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജ്. ഇത് ഞാൻ തന്നെ 2-3 കൊല്ലം മുമ്പ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. നോക്കി, പഞ്ചവർണ്ണതത്തം എന്ന് പറയുന്ന മൂവി ഇറങ്ങിയിരിക്കുന്ന സമയമാണ്, എനിക്ക് തോന്നുന്നു 3 കൊല്ലം അല്ലെങ്കിൽ അതിന് മുകളിൽ 3 കൊല്ലത്തിന് മുമ്പാണ് തോന്നുന്നു. അപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണിത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിശയൻ്റെ തന്നെ കുറച്ചുകൂടി പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റെപ്പ് 1. ഞാൻ എന്താണ് ഈ ഒരു എഡിറ്റിംഗ് തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു ആംബിയൻസ് ആയിരുന്നു. ഞാൻ അന്ന് അത്ര വലിയൊരു ഫോട്ടോഗ്രാഫറൊന്നും ആയിരുന്നില്ല, സാധാരണ നമ്മുടെ ക്യാനൻ്റെ 50-250 mm വെച്ച് സൂം ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണിത്. ഇതിൻ്റെ ഒരു ആംബിയൻസ് മാറ്റാൻ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ സ്കൈ റീപ്ലേസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഡ്രാമാറ്റിക് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഞാൻ സ്കൈ റീപ്ലേസ്മെൻറ്റ് നടത്തി. നമ്മുടെ ആ പ്ലെയിൻ വൈറ്റ് സ്കൈ മാറ്റി ഞാൻ ഈ ഒരു സ്കൈ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ ഞാൻ വരുത്തിയിരിക്കുന്ന ഒന്നാമത്തെ ചേഞ്ച്. ഇനി നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം.
ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഒരു ഇമേജ് ഞാൻ ക്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആദ്യം തന്നെ പറയാം ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കിങ് കോങ്ങിനെയും അതുപോലെ തന്നെ നമ്മുടെ അതിശയൻ്റെയും ആ 2 ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് ഈ ഒരു പോസ്റ്ററിൽ നിന്ന് എനിക്ക് ഈ അതിശയൻ്റെ കാലൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ കണ്ടോ, ഇതിൽ നമുക്ക് കാലിൻ്റെ ഒരു പകുതിയുണ്ട്, മറ്റേ കാലിൻ്റെ അവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റാണ് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യാനായിട്ട് എനിക്കറിയില്ല. അതാണ് ഞാൻ കറക്റ്റായിട്ട് പറയാനുള്ളത്, എനിക്കറിയില്ല ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ കുറച്ച് തീ കൊണ്ടുവന്നു, കുറച്ച് ഫയറിൻ്റെ PNG ഇമേജസ് കൊണ്ടുവന്നിട്ട് ഞാനത് അവിടെ കൊണ്ടുപോയിട്ടു. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ കുറച്ച് സ്മോക്ക് ആഡ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ഡെപ്ത്ത് കൊണ്ടുവരാനാണ്. നമ്മുടെ ഇമേജിൽ കുറച്ച് ഡെപ്ത്ത് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് കൊടുക്കണ്ടായി, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെട്ടി ഒട്ടിച്ച പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അത് എൻ്റെ അറിവ് അനുസരിച്ച് മാക്സിമം ഒഴിവാക്കാനായിട്ട് ഞാൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ ക്യാരക്ടറിനെ ഞാൻ അവിടെ കൊണ്ടുവച്ചു. അതിനുശേഷം നിങ്ങൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ആ ഫിസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്ററിനകത്ത് ഈ അതിശയൻ്റെ കയ്യിൽ എന്തോ ഒരു അപാകതയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ഫിസ്റ്റ് ഞാനിവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഒന്ന് വലിയ തിരക്കേടില്ലാതെ അവിടെ ഒന്ന് ഒട്ടിച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ ഓരോരോ എലമെൻറ്റ്സ് ആഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ തീയാണ് നമ്മൾ ഈ ക്യാരക്ടറിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാനിപ്പുലേഷൻ ചെയ്യുമ്പോൾ അത് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു ടിപ്പ് ഞാനൊന്ന് പഠിച്ചെന്താണെന്ന് വെച്ചാൽ ഷാഡോസും അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫോട്ടോ ഇങ്ങനെ വെട്ടി ഒട്ടിച്ച് വരുമ്പോൾ അത് അതുപോലെ തന്നെ തോന്നാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത് നോക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നിന്ന് ഫയറിൻ്റെ കുറച്ച് വെളിച്ചുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറയാൻ വെച്ചാൽ ഇനി അത് മാത്രമല്ല, ഞാൻ വേറെയും ഫയറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ പിന്നെയും ഫയർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫയർ ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്ലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രകാശം, ആ ഒരു വെളിച്ചം നമുക്ക് നമ്മുടെ ക്യാരക്ടറിൻ്റെ മേത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നൈസായിട്ട് പെയിൻറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഒപ്പാസിറ്റി കുറച്ചിടാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എടുക്കാം. നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു ടാബ് വരും. അവിടെ നമ്മൾ ഹ്യൂ പോയിട്ട് നമ്മുടെ തീൻ്റെ കളറും നമ്മുടെ സബ്ജക്റ്റിൻ്റെ കളറും മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കളർ സെറ്റ് ചെയ്യുക. നമ്മൾ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കളറൈസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വരുന്നുണ്ട്. അത് നിങ്ങൾ ഓൺ ആക്കിയിടുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു എഫക്റ്റ് നമ്മുടെ ക്യാരക്ടറിനെ മാത്രമാണ് ബാധിക്കുക, അതിൻ്റെ അടിയിലെടുക്കുന്ന ബാക്കി ലെയേഴ്സിനെ ബാധിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കഷ്ണമായിട്ട് നമ്മൾ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ബാക്കി തീയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ക്യാരക്ടറിനെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഷാഡോ ഞാൻ അടിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റായിട്ട് ഞാൻ ആ ഒരു ഷാഡോ കൊടുത്തിരിക്കുന്നത് അവിടെ അത് കൊടുത്തു. അങ്ങനെ നമ്മൾ ഓരോ ലെയറായിട്ട് പിന്നെ ഞാനിവിടെ ഒരു ഫ്ലെയർ കൊടുത്തു. നമ്മുടെ ആകാശത്ത് ചെറിയൊരു സൺലൈറ്റ് പോലെ തന്നെ ഒരു ഫ്ലെയർ ഞാൻ കൊടുത്തു. പിന്നെ ഇവിടെ കുറച്ച് തീപ്പൊരി സാധനങ്ങളൊക്കെ കൊടുത്തു ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നമ്മുടെ കോങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് ക്വിക്ക് സെലക്ഷൻ വെച്ചാണ് ഞാൻ കട്ട് ചെയ്തത്. അത് കട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ മിറർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കൊണ്ടുവച്ചു. പിന്നെ ഇതിൻ്റെ തലയുടെ ഷേപ്പ് നമ്മളൊന്ന് മാറ്റി. അതുപോലെ തന്നെ ഈ ഒരു കളർ നമ്മൾ ആ ഒരു ഓറഞ്ച് ടോൺ കൊടുത്തു. ഇവിടെ നമുക്ക് ഒരുപാട് തീ വരുന്നുണ്ട്. കോങ്ങിൻ്റെ പിന്നിൽ നമ്മൾ കുറച്ച് തീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തീയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഇതിൻ്റെ കാല് നമുക്ക് ഇവിടെ കാണിക്കാനായിട്ട് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനത് കവർ ചെയ്യാനായിട്ട് കുറച്ച് സ്മോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെയും കുറച്ച് തീ കൊടുത്തു. പിന്നെ നമ്മൾ അതിശയൻ്റെ ഫ്രണ്ടിലായിട്ട് ഇപ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ആളുടെ കാല് കാണിക്കാനായിട്ട് നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതും തീ വെച്ച് കവർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയാണ് നമുക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തുടക്കക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്കങ്ങനെ അധികം അറിയാത്ത പണികളൊക്കെ നമ്മളിങ്ങനെ സ്മോക്കും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ കവർ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ പഞ്ചാവർണ്ണത്തയുടെ ഫ്ലെക്സിന് ഞാൻ കുറച്ച് തീ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മൂവി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ വീണ്ടും ബാക്കി എലമെൻറ്റ്സ് നമ്മൾ ഫോർഗ്രൗണ്ടിൽ കുറച്ച് എലമെൻറ്റ്സ് കൊടുക്കാനായിട്ട് ഞാൻ അവിടെ സ്മോക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് ഏകദേശം കിട്ടി. ഞാൻ ഇപ്പോൾ കിങ് കോങ്ങിൻ്റെ മേത്താൽ നമ്മൾ ആ ഒരു ഓറഞ്ച് ഗ്ലോ എഫക്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ തീ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഇമേജിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് കാണിക്കാനായിട്ട് ഇവിടെ നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എലമെൻറ്റ്സ് വരുന്നത്. ഇത്രയും ഇമേജസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജിൽ ഞാൻ കുറച്ച് ഫിലിം ഗ്രെയിൻസ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഫിൽട്ടർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പോസ്റ്ററൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അത് കൊടുത്തിട്ട്
കുറച്ച് ഇതേപോലത്തെ ഒരു സംഭവങ്ങൾ, അതായത് ആ ഒരു ബ്ലാക്ക് കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ ബ്ലാക്ക് ഔട്ട്ലൈൻ അങ്ങനത്തെ ഒരു സാധനമാണ് വരിക പോസ്റ്റർ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കിങ് കോങ്ങിൻ്റെ മൂവിയുടെ ലോഗോ ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാവും. എത്ര പേര് ഇപ്പോൾ ഇത് കാണുന്നുണ്ട്, എത്ര പേര് ബാക്ക് അടിച്ച് പോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നത്. നമ്മൾ അങ്ങനെയാണ് പരിപാടി ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബാക്കി എൻട്രീസ് ആണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്ന ഇമേജിൻ്റെ. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ തട്ടിക്കൂട്ടി ഒരു എൻട്രി എന്നുള്ള രീതിയിൽ ഒപ്പിച്ച് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് ഷിഹാബ് എന്ന് പറയുന്ന നമ്മുടെ ഒരു മെമ്പറാണ് ഈ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ ഈ ഒരു ചാലഞ്ച് പറയുന്നതിന് മുമ്പാണ് ഈ ഒരു സബ്സ്ക്രൈബർ ഈ ഒരു ഫോട്ടോ ചോദിക്കുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റ് ഒരു മൂവി പോസ്റ്ററിൻ്റെ ആ ഒരു രീതിയിലോട്ട് എത്തിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ സ്മോക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോട്ടോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പരിസരത്ത് ഈ ഒരു സംഭവം വരുന്നതായിരുന്നു. എനിവേസ് ഇത് നല്ലൊരു പോസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ എൻട്രി. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് പ്രണവ് എന്ന് പറഞ്ഞ മച്ചാനാണ് നമ്മുടെ ഈ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് വീണ്ടും ഒരു പോസ്റ്റർ പോലെ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ഇതിൽ ആവക്കൂടി ഒരു അപാകത തോന്നിയത് ഈ കിടക്കുന്ന ഒരു ലോഗോ ആണ്. ആ ലോഗോ ഒഴിവാക്കായിരുന്നു എന്ന് തോന്നി. ബാക്കി നമ്മുടെ ടൈറ്റിൽ നല്ല ഗോഡ്സില വേഴ്സസ് കോങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൺ വിൽ ഫോൾ, അതായത് മൂവിയുടെ ടാഗ് ലൈനാണ്, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അടിപൊളിയായിട്ടില്ലേ, അതും സെറ്റായിട്ടുണ്ട് പരിപാടി. അതിൽ എനിക്ക് കുറച്ച് ആ ഒരു ഫയറിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസ് മാത്രം മാറ്റായിരുന്നു തോന്നി. ബാക്കി കളറും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആളും പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും ഒരു ഫസ്റ്റ് ട്രൈ ആയിരുന്നു. ഇതിലും അധികം അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് എൻട്രി. പ്രണവ് എന്ന് പറയുന്ന മച്ചാനാണ് ഈ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നത്. മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് കിങ് കോങ് അല്ല, പകരം ഗോഡ്സിലാണ്. ഈ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നത് നവി എന്ന് പറയുന്ന ഒരു മച്ചാനാണ്. അപ്പോൾ അങ്ങേരും കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ കൂടി എന്തോ ഒരു അപാകത തോന്നിയിട്ടുള്ളത് എനിക്ക് കറക്റ്റ് എന്താണെന്ന് അറിയില്ല. നമുക്ക് ഭയങ്കര ഡാർക്കായി പോയെന്ന് തോന്നുന്നു സ്കൈ. അതുപോലെ തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ഈ ഒരു സൺലൈറ്റ് പോലത്തെ ഒരു എഫക്റ്റ് ഇവിടെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം നമ്മുടെ സ്കൈ എന്ന് പറയുമ്പോൾ സൺലൈറ്റ് വരാൻ പറ്റിയ ടൈമിലുള്ള ഒരു സ്കൈ അല്ല, ഇത് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. അതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം എനിക്കിതിൽ അഭിപ്രായങ്ങൾ അങ്ങനെ എടുത്ത് പറയാനായിട്ട് എനിക്കിതിൽ വലിയൊരു പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ അധികം അഭിപ്രായങ്ങൾ പറഞ്ഞ് കൊളാക്കുന്നില്ല. എന്നാൽ നമുക്ക് നമ്മുടെ ഈ ഒരു എൻട്രി ഫീച്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത എൻട്രി. ഇനി നമ്മുടെ അടുത്ത ഇമേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് റാഷിക് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പറഞ്ഞു ആൾക്കും വലിയ പിടിയൊന്നുമില്ല. എന്നാലും നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിക്സാർട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കണം ഫോട്ടോഷോപ്പ് തന്നെ വേണ്ട, പിക്സാർട്ടിലായാലും നമുക്കത് ചെയ്യാം. ഈ ഒരു ഇമേജ് കട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ സംഭവം കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കൊരു ഹെലികോപ്റ്ററും കുറച്ച് എക്സ്പ്ലോഷൻസും സ്മോക്കൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഇമേജ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഋഷിൻ ഡ്രിസ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതും തരക്കേട്ടില്ലാത്തൊരു ഫോട്ടോ ആണ്. എനിക്ക് എന്തോ ഈ ക്ലൗഡ്സിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ നമ്മുടെ എന്തോ ലിക്വിഫൈ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. കോങ്ങിൻ്റെ മേത്ത് എന്തോ ഒരു പെയിൻറ്റിങ് എഫക്റ്റ് പോലെയാണ് ആൾ ചെയ്തിരിക്കുന്നത്. കിങ് കോങ് ഇൻ കൊച്ചി. അപ്പോൾ കൊച്ചി സൈഡിലും നമ്മുടെ കിങ് കോങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. നമ്മൾ കുറച്ച് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതേപോലെ ഒരുപാട് വീക്ക്ലി ചാലഞ്ചസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കിങ് കോങ് ഗോഡ്സില ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ടോപ്പിക് കൊടുത്തു. ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ചാലഞ്ചുകൾ നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കും. അതുപോലെ തന്നെ നല്ല എൻട്രീസ് വരാൻ വെച്ചാൽ നമ്മൾ എന്തായാലും അതിനെ പറ്റിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലെല്ലാം ഒന്നിനൊന്നും മികച്ച ഒരു എൻട്രി എന്ന് പറയാനില്ല. എല്ലാം സത്യം പറയുകയാണെങ്കിൽ ആവറേജ് എന്നാണ് എനിക്ക് പറയാറുള്ളത്. ഞാൻ എഡിറ്റ് ചെയ്ത ഫോട്ടോ അടക്കം എല്ലാം ഒരു ആവറേജ് ആയിട്ടുള്ള. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മാനിപ്പുലേഷനിൽ അത്രയും ഇവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരില്ല. എല്ലാവരും നോർമലായിട്ട് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ എൻട്രീസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പുതുതായിട്ട് മാനിപ്പുലേഷൻ പ്രോസസ്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള ഒരു കണ്ടന്റ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഗെയിൻ ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്നാൽ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ ബൈ, പീസ്.